നമുക്കിത് ഈസി ആയിട്ട് ഒരു അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാം. PDF തയ്യാറാക്കാനായിട്ട് ബീഫ് കുറച്ച് വലിയ സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 600 ഗ്രാംസ് മീറ്റ് ആണുള്ളത്. ക്ലീൻ ചെയ്ത ബീഫ് കഷ്ണങ്ങളിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ ഫാറ്റ് ഇല്ലാത്ത ബീഫിൻ്റെ പീസുകളാണ് ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നല്ലത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ വളരെ നല്ലതാണ്. ടൈമില്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫിൻ്റെ കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് മാറ്റാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 90% കുക്കാവണ വരെ നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ 3 വിസിലും കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്യാം. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിലുണ്ടാവും. ബീഫ് കുക്കായി വന്ന ഈ സ്റ്റോക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ വെന്ത ബീഫിൻ്റെ പീസുകൾ ഒന്ന് തണുത്തതിന് ശേഷം ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയാണ് ആഡ് ചെയ്തത്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് കുക്ക് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഒഴിച്ചെടുത്ത് ഇതൊരു ബാറ്ററാക്കി എടുക്കാം. ഇതിലാവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ബീഫിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന പൊടികൾക്ക് ക്വാണ്ടിറ്റിക്കും വ്യത്യാസം വരും. ഇതിലേക്ക് ഒരല്പം വിനീഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ ഉണ്ടാവേണ്ടത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫിൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളുമേ നന്നായിട്ട് കോട്ടിങ് വരുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്തായാലും അല്പം ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ BDF കുറച്ചും കൂടി സ്പൈസി ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു ചട്ടിയിലോ പാനിലോ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഓൾറെഡി കുക്ക്ഡ് ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇതിലിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല. 2 സൈഡും ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അടുത്ത ബാച്ചുകൾ നമുക്കിതുപോലെ എണ്ണയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫിൻ്റെ പീസുകളെല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അത് ഈ ബീഫ് ഫ്രൈയുടെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈയുടെ സെറ്റായി. ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് BDF തന്നെയാണ്. അല്പം ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്ത് ഒരു സ്റ്റാർട്ടർ പോലെ കഴിക്കാനായിട്ട് നൈസാണ് ഈ BDF. കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ ബീഫ് ഡ്രൈ ഫ്രൈ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല ഒരുവിധം എല്ലാ മലയാളികളുടെയും ഫേവറേറ്റ് ആണ് ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.